അതെ, നമുക്കൊപ്പം ഒരു അതിഥിയാണ് രഞ്ജിത്ത് ഇനി ചേരാൻ പോകുന്നത്. വടക്കുംനാഥന് മുമ്പിൽ കൊട്ടിപ്പാടി ആശാ സുരേഷ്. കൊട്ടും പാട്ടും വർത്തമാനവും ഒക്കെയായി അനുഗ്രഹീത കലാകാരി ആശാ സുരേഷുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് വിനേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. संतापहारी मुरारे द्वापर चंद्रिका चर्चितमां निंदे द्वारकापुरी विडे. ക്ഷേത്രകലയായ സോപാന സംഗീതം എല്ലാ കാലങ്ങളിലും ആൺകോയ്മയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ പുതിയ കാലത്ത് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ കൂടി ഈ രംഗത്തേക്ക് സജീവമാവുന്നു. അങ്ങനെ ഒരാളാണ് ആശാ സുരേഷ്. എന്തായാലും ആശാ സുരേഷാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? സോപാന സംഗീതം കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. അപ്പോൾ കൂടൽമാണിക്യ സ്വാമിയുടെ അടുത്ത് നിത്യം പോകുമ്പോൾ ഇടയ്ക്ക് കൊട്ടി പാടുന്നത് കാണാറുണ്ട്. വളരെ ചെറുപ്പം തൊട്ടേ വളരെ ഭംഗിയുള്ള വാദ്യമാണല്ലോ ഇടയ്ക്ക. ആ ഇടയ്ക്ക കണ്ടിഷ്ടമായി. അങ്ങനെയാണ് അത് ഇടയ്ക്ക പഠിക്കാനായിട്ട് പോയത്. പിന്നെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ആക്കി തന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. പലപ്പോഴും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഷെയർ ഉണ്ട്, ആയിരക്കണക്കിന് ഷെയറുകൾ വരുന്നു. അത് കോവിഡ് സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോവിഡിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ തന്നെ. ഞാൻ അതിനു മുമ്പും പാടുമായിരുന്നുവെങ്കിലും അധികം ആളുകൾക്ക് അറിയില്ല. വളരെ കുറച്ച് പേർക്കേ അറിയൂ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടും എന്നൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തു. ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ലൈവ് ചെയ്തപ്പോൾ ഒരു ലൈവ് ശരിക്കും ഫസ്റ്റത്തെ ലൈവ് ഭയങ്കര വൈറലായി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു 200-210 കൂടുതലൊക്കെ പേജിൽ ആ കാലഘട്ടത്തിൽ ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ലൈവ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ലൈവ് ചെയ്ത ക്ഷേത്രം മിക്കതും ക്ഷേത്ര പേജുകളിലാണ് ചെയ്യാറ്. അത് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രങ്ങളിലത്തെ എല്ലാവരും പിന്നെ ലൈവ് നേരിട്ട് പ്രോഗ്രാമിനൊക്കെ വിളിച്ചു. ഉത്സവ സീസണൊക്കെ ആയപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭംഗിയായി ഒരു 4ാമത്തെ സീസൺ ഇങ്ങനെ. കലോത്സവ കാലത്തൊക്കെ മത്സരിച്ചിരുന്നു. അങ്ങനെ സോപാന സംഗീതം വരുന്നുണ്ടല്ലോ, മത്സര ഇനത്തിൽ വരുന്നതല്ലേ സോപാന സംഗീതം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ പരിപാടികൾക്ക് വേണ്ടി മാത്രം അതിനു വേണ്ടിയേ പഠിച്ചതല്ല. ഇടയ്ക്ക് കൊട്ടാനാണ് ഞാൻ പഠിച്ചത്, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ല. പക്ഷേ കലോത്സവ വേദികളിൽ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു 4 വർഷം അക്ഷരശ്ലോകത്തിന്. നമ്മുടെ ബേസൊക്കെ അതാണ്, അക്ഷരശ്ലോകം, പദ്യം, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിരക്കളി, അതിൻ്റെയൊക്കെ ആയിരുന്നു ശരിക്കും പരിപാടി. പിന്നെ ഇടയ്ക്ക് വായിക്കും. ശരിക്കും ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് അല്ലെങ്കിൽ സോപാന സംഗീതത്തിലേക്ക് മുഴുവൻ സമയവും വരാനുള്ളൊരു കാരണം. കലോത്സവ വേദിയിൽ പങ്കെടുക്കാറുണ്ടെങ്കിൽ ഇതിനൊന്നും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലേ? അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഫോണിൽ നോക്കി എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ പറയും, നമ്മൾ ആ പാടുന്ന ആളല്ലേ ചോദിക്കുക. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ക്ഷേത്രങ്ങളിൽ പോവാറില്ല, അവതരിപ്പിക്കാറുണ്ട്? തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ പോവാറുണ്ട്, പാടാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോപാന സംഗീതത്തിന്റെ ഒരു ഭാഗമായതിനു ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ സോപാന സംഗീതം പുറത്തേക്ക് വന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ പണ്ടാ നടയ്ക്ക് മുമ്പിൽ മാത്രം നമ്മൾ കാണുന്നൊരു കലാരൂപം ഇപ്പോൾ കുറച്ചും കൂടിയും അതിനൊരു വലിയ മാനം കിട്ടിയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം സ്റ്റേജ് പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരംഭത്തിന് ഏറ്റവും നല്ല കാര്യമാണ് മംഗളവാദ്യമാണ് ഇടയ്ക്ക. ശരിക്കും എന്ത് കാര്യവും ആരംഭിക്കാൻ ഇടയ്ക്കയുടെ നാദം, ഇടയ്ക്കയിലൊന്നും തൊടുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ തലത്തിലേക്കൊക്കെ ഇപ്പോൾ വളരെയധികം വളർന്നു. പണ്ടൊന്നും അങ്ങനെ അത്ര പോപ്പുലർ അല്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയുണ്ടോ അതിൻ്റെ ഒരു മെയിൻ, എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും കാരണം. ഇപ്പോൾ ഒരുവിധം ക്ഷേത്രങ്ങളിൽ പരിപാടികൾക്കൊക്കെ വിളിക്കാറുണ്ട്, പോവാറുണ്ട്. അപ്പൊ നമുക്ക് ഇടയ്ക്കയുടെ നാദത്തിൽ ഒരു പാട്ട് എന്തായാലും കേൾക്കാം. ആശ ഏത് പാട്ടാ പാടുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയനാഥൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ സോപാനപ്പടിയിലൊക്കെ പാടി പഴയ ഒരു കീർത്തനം എന്ന് കേട്ടറിവുള്ളൊരു കീർത്തനം ശ്രീ മഹാദേവന്റെ വടക്കുംനാഥന്റെ പാദങ്ങളും സമർപ്പിച്ച് പാടാം. ഭക്തർക്കൊപ്പം ഗമിക്കും ശൈലജാകാന്തനാകും ഭക്തന്മാർ വാഴ്ത്തിടുന്നു ശങ്കരാ
ദൈവം ഭക്ത്യാ സ്തുതിച്ചിടാം ഞാൻ പഞ്ചാക്ഷരി മന്ത്രവും ഭദ്രേശ ശൈലമൂർത്തേ ശ്രീ മഹാദേവ ശംഭോ തുംഗ പിംഗ ജടാകലാപവും ഹിന്ദു ഗംഗ ഭുജംഗവും തുംഗ പിംഗ ജടാകലാപവും ഹിന്ദു ഗംഗ ഭുജംഗവും നിട്ടിലതര സ്ഫുട ചടുല ശിരി ഗണജാലവും സുതപോലവും ശംഭോ ശംഭോ കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടജാവലി ഹാരവും ഖണ്ഡപരശു തുരംഗശൂല കപാലചാരു ഭുജംഗവും രാജകുമാരിയും ഗണനാഥനും ഗണയൂഥവും താരകാരിയും അമരമുനികളും അഖിലമിഹ അവലോകയേ ശംഭോ ശ്രീവദക്കിനാഥ ശംഭോ ചാരു ചന്ദ്രകലാധര ശംഭോ ശംഭോ ഈ ക്ഷേത്രകലയിൽ ജാതിയുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെ ഇപ്പോൾ ഞരളത്ത് ഹരിഗോവിന്ദനൊക്കെ ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ജാതി എന്നുള്ള നിലയിലൊക്കെ അതിന് സ്ത്രീ എന്നുള്ള നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള അവഗണന ഉണ്ടായിട്ടുണ്ടോ? ആദ്യം അത് ചോദിക്കാം. സ്ത്രീ എന്നുള്ള നിലയിൽ അവസരങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. ഒരു തരത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കൂടുതൽ മാണിക്യസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. പിന്നെ പണ്ട് കാലത്ത് സ്ത്രീകൾ പല കാര്യങ്ങളും ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ വാദ്യം ഉപയോഗിക്കൽ മാത്രമല്ല, പല ജോലികളിലും അങ്ങനെ സ്ത്രീകളില്ല. അതെന്തുകൊണ്ട് അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് സ്ത്രീകൾ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പണ്ടത്തെക്കാളൊക്കെ വളരെയധികം മാറി. ഇപ്പോൾ സ്ത്രീകളില്ലാത്ത മേഖല ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷന്മാരെയൊക്കെ കൂടുതൽ അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങൾ, ചിട്ടകൾ അത് ഇന്ന സമുദായക്കാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം. അതിൽ എന്താ പറയുക, നമ്മളവിടെ ക്ഷേത്രത്തിൽ അങ്ങനെ ആ ഒരു കഴകമായിട്ടോ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് സോപാന സംഗീതം പാടിയാലാണ് ഭഗവാൻ കേൾക്കുക, അല്ലെങ്കിൽ സോപാന സംഗീതം അങ്ങനെ ചെയ്താലാണ് അതിൻ്റെ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളെയല്ല. ഒരു ചിട്ടയായി ഒരു ആചാരം അങ്ങനെ നിലനിന്ന് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കണം. അത് പുരുഷന്മാർ ചെയ്യുന്നു. പിന്നെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ജോലിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ക്ഷേത്രത്തിൽ പൂജാ സമയങ്ങളിൽ നിത്യം ആ പ്രസന്ന പൂജ സമയത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ അതൊരു ചിട്ടയായിട്ട് ജോലിയായിട്ട് ചെയ്യുന്നതാണ്. അത് 365 ദിവസവും അവിടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ, അതായത് അതൊരു പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഒരു സമുദായത്തിൽപ്പെട്ടവർ ചെയ്യുന്നു. അതൊരു ആചാരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ. അല്ല, ഒരു സമുദായം ഇപ്പോൾ ആളുകളൊക്കെ മാറി തുടങ്ങി. അങ്ങനെ കല എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിന്റെ എല്ലാവർക്കും കല പഠിക്കാം. കല പഠിക്കുന്നതിലൊരു തടസ്സമില്ല. കല പഠിക്കാം. നമ്മൾക്ക് എന്താ പറയാ, എവിടെ വേണമെങ്കിലും നമുക്ക് അത് അവതരിപ്പിക്കാം. ഇന്ന സ്ഥലത്ത് ഞാൻ അവിടെ മാത്രമേ ചെയ്യൂ, അവിടെ ചെയ്താലാണ് ആ കലയ്ക്ക് പ്രസക്തി, അങ്ങനെയില്ലല്ലോ. എവിടെ വേണമെങ്കിലും ചെയ്യാലോ. ക്ഷേത്രത്തിൽ ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നോട് പറയും, മോളെ സോപാനപ്പടിയിലാണ് പാടേണ്ടത്, ഞാൻ പാടാറുണ്ട്. ചിലടത്ത് പറയും നമുക്ക് സ്റ്റേജിലാണ് അവതരിപ്പിക്കേണ്ടത്, ഞാൻ പാടാറുണ്ട്. എനിക്കതിൽ ഒരു ശാഠ്യമോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പാടണം അല്ലെങ്കിൽ അതെന്തോ അവഗണിച്ചു നമ്മളെ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരാചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം അതങ്ങനെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടല്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറിയിട്ടല്ലല്ലോ നമ്മൾ ഒരു കാര്യം വളർത്താൻ വേറൊരു നെഗറ്റീവ് അതിൽ ഉണ്ടാക്കിയിട്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ നിന്ന് പാടിയാലും
ആര് പാടിയാലും ഭഗവാൻ കേൾക്കും. അത് ഇന്ന സ്ഥലം എന്നൊരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ നിന്ന് പാടാൻ പറ്റിയാൽ പാടും. മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഗോകുലപാലനും ഗോപികാകാന്തനും ഗോകുലപാലനും ഗോപികാകാന്തനും ഗോവർദ്ധന ഗിരിധരനും നീയേ ഗോകുലപാലനും ഗോപികാകാന്തനും ഗോവർദ്ധന ഗിരിധരനും നീയേ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ കൃഷ്ണ ഈ 26 വയസ്സിനിടയിൽ എത്ര വേദികൾ, അതുപോലെ തന്നെ എത്ര ക്ഷേത്രങ്ങൾ, അങ്ങനെ കണക്കെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? കണക്കൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഉത്സവ സീസണൊക്കെ ആയാൽ നല്ലോണം ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പ്രോഗ്രാം ലഭിക്കാറുണ്ട്. ഒരു 10-300 കൂടുതലൊക്കെ പോയിട്ടുണ്ടാവണം. എനിക്കറിയില്ല കേട്ടോ, അധികമാണോ പറയണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ കുറയാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്നും ഇങ്ങനെ ക്ഷേത്രത്തിൽ പോവുക, അങ്ങനെ ചുറ്റിപ്പറ്റി ഇതാണ് എൻ്റെ ജീവിതം തന്നെ. അപ്പോൾ കുറേ ക്ഷേത്രങ്ങളിൽ, ഇങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിലും വിവിധ തര ആചാരമൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് സോപാന സംഗീതം. ഈ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഗീതാഗോവിന്ദമാണോ, അതിന്റെ കാവ്യങ്ങളാണോ പാടുന്നത്? അല്ലാതെ അഷ്ടപതിയാണ്. അഷ്ടപതിയും പാടും. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അഷ്ടപതി അതിൽ ഉൾപ്പെടുന്നതാണ്. സോപാനപ്പടിയുടെ സമീപത്ത് നിന്ന് നമ്മൾ പാടുന്നത് കൊണ്ടാണ് അതിനെ സോപാന സംഗീതം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഈ ജയദേവ വിരചിതമായിട്ടുള്ള അഷ്ടപതി സംസ്കൃതത്തിലുള്ളതാണ്. അത് കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, വിരഹം, ഭക്തി അതൊക്കെയാണ് അതിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ വേറൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഒരു ഭഗവതിയുടെ അമ്പലത്തിൽ ചെന്നു, അഷ്ടപതി പാടാൻ പാടില്ലയെന്നോ അല്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ദേവിയെ വർണ്ണിച്ച് പാടിയാൽ ആ കേൾക്കുന്നവർക്കും നമുക്കും അത് മനസ്സിനൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ സോപാന സംഗീതം, ദേവീ കീർത്തനം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കീർത്തനവും പാടാറുണ്ട്. അഷ്ടപതിയാണ് പണ്ടൊക്കെ അങ്ങനെ, അത് മാത്രമാണ് അവിടെ പാടി ശീലിച്ചിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അഷ്ടപതി വേറൊരു സ്റ്റൈലാണ്. മധുരവദനേ മഹേശ്വരി ചണ്ഡഭാനു ശശിലോചനി മായേ ചണ്ഡികേ ചപലനാശിനി പാർവതി ദേവി പാരമിക്കാവിലമരും ഭഗവതി ശരണം ശരണം. വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. 2 PG കഴിഞ്ഞു. MA എക്കണോമിക്സും പിന്നെ ലൈബ്രറി സയൻസുമാണ്. ഇപ്പോൾ PhD ചെയ്യാനുള്ളൊരു ചിന്തയിലാണ്. കുടുംബം അച്ഛൻ, അമ്മ, ജ്യേഷ്ഠനാണ് എൻ്റെ കുടുംബം. അവരാണ് ഏറ്റവും വലിയ ശക്തി. കൂടുതൽ സോപാനപ്പടികളിൽ നിന്ന് പാടാൻ ആശയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
സോപാന സംഗീതത്തിലെ പെൺതാരകം അല്ലെ ആശാ സുരേഷുമായിട്ടുള്ള അഭിമുഖമാണ് നമ്മൾ കണ്ടത്.